This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi, under the guidance of Dr. Kalyan Khade. The topic is related with the socio-cultural relevance of coconut. This episode is about a sportive ritual connected with coconut, Thengapidi. നമസ്കാരം. ജയ പാംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര ശ്രീ പടുവിലാക്കാവ് ക്ഷേത്രത്തിലേക്കാണ്. കണ്ണൂർ ജില്ലയിലെ വേങ്ങാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വച്ഛസുന്ദരമായ ഒരു ഗ്രാമം പടുവിലായി. തോടുകളും കുളങ്ങളും പച്ചപ്പും നിറഞ്ഞ ഈ ദേശത്തെ ആബാലവൃദ്ധം ജനങ്ങളെയും ഒറ്റച്ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ ചേർത്ത് നിർത്തുന്ന ഒരു ക്ഷേത്രമുണ്ടിവിടെ, ശ്രീ പടുവിലാക്കാവ് ക്ഷേത്രം. നാളികേരത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം അന്വേഷിക്കുന്ന ഈ ചാനലിൽ പടുവിലായി ക്ഷേത്രത്തിന് എന്താണ് പ്രസക്തി എന്നല്ലേ പറയാം. കോട്ടയം തമ്പുരാൻ്റെ അധീനതയിലായിരുന്ന ഈ ക്ഷേത്രത്തിൽ അന്നുകാലം തൊട്ട് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഏറെ ആവേശഭരിതമായ ഒരു ആചാരമാണ് തേങ്ങപിടി. ഈ തേങ്ങപിടിയുടെ പേരിലാണ് ശ്രീ പടുവിലാക്കാവ് ഏറെ പ്രസിദ്ധം. വൃശ്ചിക മാസത്തെ പാട്ടുത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന തേങ്ങപിടി കാണാൻ നാടിൻ്റെ നാനാഭാഗത്തുള്ള ഭക്തർ ദൈവത്താറിൻ്റെ മണ്ണിലേക്ക് ഓടിയെത്തും. വൃശ്ചികം 7 വൈകിട്ടാണ് തേങ്ങപിടി ആരംഭിക്കുന്നത്. മറ്റൊരു കായിക മത്സര ഇനത്തിനും കിടപിടിക്കാനാവാത്തത്രയും ആവേശത്തോടെയാണ് ഈ നാട് തേങ്ങപിടി എന്ന ഈ ആചാരത്തെ നെഞ്ചോട് ചേർക്കുന്നത്. തേങ്ങപിടിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ഈ നാടിൻ്റെ മുത്തശ്ശൻ കലാചാര്യ ശ്രീ മാധവ മാരാർ എന്ന് നമുക്കൊപ്പമുണ്ട്. കൂടെ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ രാജീവ് മാരാറും. നമസ്കാരം. ഞാൻ വാദ്യരത്നം പടുവിലായി രാജീവ് മാരാർ പഞ്ചവാദ്യം, തായമ്പക, ചെണ്ടമേളം എന്നീ വാദ്യകലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇത് എൻ്റെ അച്ഛനാണ്, പടുവിലായി മാധവ മാരാർ. നമ്മുടെ ഈ ഭാഗത്തെ ഏറ്റവും കൂടുതൽ പ്രായം ചെന്നയാൾ എന്നുള്ള നിലക്കും ക്ഷേത്രത്തിൻ്റെ അടിയന്തര കാര്യങ്ങളും ഉത്രവിളക്ക് മഹോത്സവവും തേങ്ങപിടി മഹോത്സവവുമായി ബന്ധപ്പെട്ട് നിരവധി കാലങ്ങളിൽ ക്ഷേത്ര പ്രവൃത്തിയായി ബന്ധപ്പെട്ട് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിവുള്ള മഹത് വ്യക്തിയാണ്. ഇനിയിപ്പം അറിയേണ്ടത് നമ്മുടെ തേങ്ങപിടിയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ. തേങ്ങപിടിയായി അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് അറിവും നമ്മുടെ പരിമിതമായ അറിവും കൊണ്ട് വെച്ച് സംസാരിക്കുകയാണ്. നമ്മുടെ 4 ക്ഷേത്രങ്ങളാണ് ഈ പടുവിലാക്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒന്ന് അണ്ടലൂർക്കാവ്, മാവിലക്കാവ്, കാപ്പാട്ടുംകാവ്, പടുവിലാക്കാവ്. ഈ 4 കാവുകളിൽ പടുവിലാക്കാവിൽ നടക്കുന്നത് തേങ്ങപിടിയാണ്. കാപ്പാട്ടുംകാവിൽ നടക്കുന്നത് വെടിയാണ്. അണ്ടലൂർ മുടി, മാവിലക്കാവിൽ അടി. അങ്ങനെയാണ് ഈ 4 ദൈവത്താർ ക്ഷേത്രങ്ങളിലും ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ചടങ്ങുകളിൽപ്പെട്ട അടിയന്തര കാര്യങ്ങൾ. നമ്മുടെ ഈ തേങ്ങപിടിയായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഈ പടുവിലാക്കാവ് ക്ഷേത്രം ശ്രീ കോട്ടയം രാജവംശത്തിൻ്റെ, ശ്രീ കോട്ടയം തമ്പുരാൻ്റെ അധീനതയിൽ പെടുന്ന ക്ഷേത്രമാണ് ശ്രീ പടുവിലാക്കാവ്. തമ്പുരാൻ നിശ്ചയിച്ച ക്ഷേത്ര ചടങ്ങുകളും ക്ഷേത്ര ആചാരങ്ങൾ തന്നെയാണ് ഇന്നും പടുവിലാക്കാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൃശ്ചികം 1 മുതൽ 12 വരെയായിരുന്നു ഒരു കാലത്ത് പാട്ടുത്സവം. അത് ദേവസ്വം ഒരാളുമാരുടെ കയ്യിൽ നിന്ന് ദേവസ്വം നേരിട്ട് ഭരണം ഏറ്റെടുത്തതിനു ശേഷം അത് ഭാരിച്ച സാമ്പത്തിക ചെലവും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അത് 7 ദിവസമായി ചുരുക്കുകയും ഈ വൃശ്ചികം 7-ാം തീയതി നടക്കുന്ന
ഈ തേങ്ങമുടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പടുകുലാക്കാവ് ക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ തമ്പുരാന്റെ പടയാളികളിൽ ആ പടയാളികളുടെ കൈക്കരുത്തും മെയ്ക്കരുത്തും തെളിയിക്കാൻ വേണ്ടിയാണ് കൂടിയാണ് ഈ തേങ്ങമുടി നടക്കുന്നത് എന്നാണ് ഐതിഹ്യത്തിൽ പറയപ്പെടുന്നത്. നമ്മുടെ അച്ഛൻ പറഞ്ഞു തന്ന അറിവ് അനുസരിച്ച് ക്ഷേത്രപ്രവേശനത്തിന് മുന്നേ നായർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ തന്നെയായിരുന്നു ഒരു കാലത്ത് തേങ്ങമുടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കാലം മാറി. പക്ഷെ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്ന ഗവൺമെന്റും മറ്റു തരത്തിലുള്ള നിയമങ്ങൾ വന്നതിനു ശേഷം ഇപ്പം എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും തേങ്ങമുടിക്ക് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ തേങ്ങമുടിക്ക് പങ്കെടുക്കുമ്പോൾ അതിൻ്റെതായ ചിട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷർട്ട് ഇടാൻ പാടില്ല, വ്രതങ്ങൾ വേണം. ആ രീതിയിലാണ് ഇപ്പം തേങ്ങമുടി നടന്നുകൊണ്ടിരിക്കുന്നത്. തമ്പുരാന്റെ ഈ ഭരണകാലത്ത് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് മൂത്തോറാടും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എളോറാടും എന്ന നിലയിലായിരുന്നു ഈ തേങ്ങമുടിക്ക് സജ്ജമാക്കിയിട്ടുള്ളതായ നമ്മുടെ ചെറുപ്പക്കാരായ തേങ്ങമുടിക്ക് പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടാവാം. അവർ രണ്ടുപേരും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒന്ന് തേങ്ങ പിടിച്ചു കഴിഞ്ഞാൽ ആർക്കും വിട്ടുകൊടുക്കില്ല. ആ തേങ്ങ കിഴക്ക് ഭാഗത്തെ മതിലിനെ കൊണ്ട് ഉടക്കണം എന്നുള്ള കണക്ക്. ആ 2 തേങ്ങയാണ് ഉണ്ടാവുക. ആ 2 നാളികേരത്തിൽ ഒന്ന് ചാടി പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത് എറിയുക. നാളികേരം എറിയാനുള്ള ചടങ്ങ് ക്ഷേത്രത്തിൽ വൃശ്ചികം 7-ാം തീയതി രാവിലത്തെ ക്ഷേത്ര പതിവ് കർമ്മങ്ങളുണ്ട്. ഉഷപൂജ, നവകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, കാളിമാത്ര എന്നീ കാര്യങ്ങളൊക്കെ ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം ഒരു 3 മണിയോടുകൂടി ശ്രീഭൂതബലി തുടങ്ങി തടവു നൃത്തം കഴിഞ്ഞതിനു ശേഷം തൃക്കൈ വണ്ണാരം എണ്ണിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് കോട്ടയം തമ്പുരാൻ നേരിട്ട് ഭരണം നടത്തുന്ന സമയത്ത് തമ്പുരാൻ തന്നെയാണ് ഈ നാളികേരം എറിഞ്ഞു കൊടുക്കാറ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഈ തമ്പുരാന്റെ ഭരണകാലം കഴിഞ്ഞതിനു ശേഷം ഈ നമ്മുടെ ഇവിടുത്തെ ഊരാളന്മാർക്ക് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയും അങ്ങനെയാണ് പിന്നെ ഈ ക്ഷേത്ര ഭരണം ഊരാളന്മാരുടെ കയ്യിൽ ആവുകയും ചെയ്തത്. നമ്മുടെ ഊരാളന്മാരിൽ പ്രധാനപ്പെട്ട പൊന്മലേരി കുറവത്ത്, പെരിങ്ങാലി അരയടത്ത്, ചെക്കിയോട്ട്, കൊട്ടയാട്ടമ്മൽ ചന്ദ്രോത്ത്, കുന്നമ്പത്ത്, അങ്ങനെയുള്ള പാതിരിയാട് രൈരോത്ത് അങ്ങനെയുള്ളതായ ഊരാളന്മാരായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ഊരാളന്മാർ. ഈ തമ്പുരാന്റെ ഈ ക്ഷേത്രഭരണം ഊരാളന്മാരുടെ കയ്യിൽ ആയതിനു ശേഷം നമ്മുടെ ഒന്നാമത്തെ ഊരാളന്മാർ അതിൽ മൂത്ത കാരണവർ, പ്രായം കൊണ്ട് ഏറ്റവും കൂടുതൽ മൂത്ത ആൾക്കാർ ആരാണോ അവരാണ് ഈ തേങ്ങ എറിഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ തമ്പുരാന്റെ വരാതിരിക്കുന്ന കാലത്ത് തന്ത്രി തേങ്ങ എറിഞ്ഞു കൊടുത്തിരുന്നെന്നും തന്ത്രി ഇല്ല എങ്കിൽ മേൽശാന്തി എങ്കിലും മേൽശാന്തി അല്ല എങ്കിൽ ഈ പൊന്മലേരി കുറവത്ത് തറവാട്ടിൻ്റെ മൂത്ത കാരണവർ അവരാണ് ഈ തേങ്ങ എറിഞ്ഞു കൊടുക്കാറ്. ആ പൊട്ടിക്കുന്നതിന് കണക്കുണ്ട്. എവിടെയെങ്കിലും ചാടി പൊട്ടിക്കാൻ പാടില്ല. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗോപുരത്തിനിടയ്ക്കുന്നാണ് ഈ തേങ്ങ നാളികേരം എറിഞ്ഞു കൊടുക്കാറ്. എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വാര്യക്കാർ അത് പിടിച്ച് പേശിവരം കൊണ്ട് ഒരാളെ വിടാതെ മലപ്പെടുത്തും തന്നെയാണ്. ആ തേങ്ങ ഒരാൾക്കും കൊടുക്കാൻ വിടില്ല. എനിക്ക് പൊട്ടിക്കണം എന്നുള്ളതായ വാശിയോട് കൂടിയിട്ടുള്ള പിടുത്തമായിരിക്കും ആ തേങ്ങ പിടി. ആ തേങ്ങ പിടിക്കുന്ന സമയത്ത് ആരും തന്നെ ഓടി ആ മതിൽ ഭാഗത്ത് ഓടിച്ചാടി പൊട്ടിക്കാൻ മറ്റുള്ള ആൾക്കാർ സമ്മതിക്കില്ല. അത് ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ഏകദേശം ഒരു തേങ്ങ തന്നെ പിടിച്ചു വലിക്കാൻ തന്നെ ഉണ്ടാവും. ആ സമയം ഉണ്ടാവും. അപ്പോൾ ആ തേങ്ങ തെക്ക് ഭാഗത്തെ കൂടി ഓടി കിഴക്ക് ഭാഗത്തെ മതിലിനെ ഉടക്കണം എന്നാണ് നിശ്ചയം. ആ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തെ തേങ്ങ അതും ഇതേപോലെ തന്നെ ചാടി കൊടുത്തു കഴിഞ്ഞാൽ ഉടക്കേണ്ട രീതി ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ആ തേങ്ങ ക്ഷേത്രത്തിന്റെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ തേങ്ങ ചെത്തി വൃത്തിയാക്കാൻ പ്രത്യേകം വിശ്വകർമ്മ ആശാരി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അതിന് പ്രത്യേക അധികാരമുണ്ട്. അത് ഐരാപുരം എന്ന് പറഞ്ഞാൽ ഇവിടെ തറവാട്ടിൽപ്പെട്ട നമ്മുടെ ഒരു ആശാരി വിഭാഗത്തിൽപ്പെട്ട വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അത് ചെയ്യേണ്ടത്. അതിൽ അവർക്ക് പടുവിലാക്കാവിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങളുണ്ട്. അത് ഉത്സവം തുടങ്ങിയാൽ അത് ചെത്തി വൃത്തിയാക്കി എള്ളെണ്ണയിലിട്ട് സൂക്ഷിക്കുക എന്ന് പതിവ്. അത് മുന്നെയൊക്കെ 1 മാസം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഉത്സവം തുടങ്ങിയതിന് ശേഷമാണ് ഈ തേങ്ങയില്
എണ്ണയിലിട്ട് വെക്കുന്നത്. അതേക്കുറിച്ച് 1 മുതൽ 7 വരെയാണ്. അവർ 1-ാം തീയതി 2-ാം തീയതി കണക്കിന് നമ്മുടെ ആശാരിയുടെ വിശ്വകർമ്മയുടെ കയ്യിൽ തേങ്ങ കൊടുക്കും. അവർക്ക് ആ തേങ്ങ ചെത്തി വൃത്തിയാക്കി അമ്പലത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം എന്നുള്ള നിലക്ക് അന്നത്തെ കാലത്ത് അരിയാന്ന് അതിൻ്റെ ഒരു ഇത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പം അത് കൊടുക്കാറുണ്ട്. അയിലാപ്പുറം എന്ന് പറഞ്ഞ ഒരു വിശ്വകർമ്മ ആശാരി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ അവകാശം. എണ്ണയിലിട്ട് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക പൂജയുണ്ട്. തേങ്ങക്ക് പ്രത്യേക പൂജയുണ്ട്. ആ പൂജിച്ച തേങ്ങ, എണ്ണയിലിട്ട തേങ്ങയാണ് നമ്മുടെ നമ്മുടെ തിളമ്പ് നൃത്തം കഴിഞ്ഞതിന് ശേഷം ഈ തൃക്കൈ ഭണ്ഡാരം എണ്ണിക്കഴിഞ്ഞാൽ ഈ ഒരാളുടെ കയ്യിൽ മേൽശാന്തി തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാൽ തേങ്ങ എറിയാൽ സ്വാഭാവികമായിട്ടും ഈ തേങ്ങ നമുക്ക് കൈക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് ശരിക്കും കൈക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ല, വഴുതി കടിക്കും ആ തേങ്ങ. ഒരിക്കലും നമുക്ക് ആ തേങ്ങ എണ്ണമായി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരാൾക്കും കയ്യിൽ കൃത്യമായ രീതിയിൽ അമർത്ത് പിടിക്കാനോ ചേർത്ത് പിടിക്കാനോ പറ്റില്ല. അപ്പോൾ ഈ തേങ്ങക്കായിരിക്കും നമ്മുടെ ഈ തേങ്ങ പിടിയായി ബന്ധപ്പെട്ടിട്ടുള്ളതായ യോദ്ധാക്കൾ ഈ പിടിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുക. എനിക്ക് പൊട്ടിക്കണം അല്ലെങ്കിൽ എനിക്ക് പൊട്ടിക്കണം തേങ്ങ എന്നുള്ളതായ വാശിയോട് കൂടിയുള്ളതായ തേങ്ങ പിടുത്തായിരിക്കും നടക്കുക. പടിഞ്ഞാറ് മുറ്റത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ആ പിടിച്ചതോടുകൂടി ഒരു തെക്കുഭാഗത്തെ തെക്കുഭാഗത്തെ കൂടി കിഴക്ക് ഭാഗത്തെ കന്മലെല്ലാം എറിഞ്ഞ് പൊളിക്കണം എന്നാണ് വിഷയം. അതെ അതെ. അപ്പോൾ കൂടുതലും പറയപ്പെടുന്നത് തമ്പുരാന്റെ യോദ്ധാക്കളെ തിരഞ്ഞെടുക്കാനും കൂടിയാണ് ഈ തേങ്ങപിടി. അന്നൊക്കെ എന്ത് കാര്യങ്ങളും തീരുമാനിക്കുന്നത് ക്ഷേത്ര അങ്കണത്തിൽ വെച്ചും ക്ഷേത്ര നടയിൽ വെച്ച് തന്നെയാണ്. അപ്പൊ അന്ന് തമ്പുരാന്റെ യോദ്ധാക്കളെ തിരഞ്ഞെടുക്കാനും കൂടി ആയിരുന്നു ഈ തേങ്ങപിടി പോലെയുള്ള നമ്മുടെ പേശിബലവും നമ്മുടെ കായിക ബലമൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തമ്പുരാൻ തിരഞ്ഞെടുത്ത ഒരു ക്ഷേത്ര ആചാരമാണെന്ന് പറയപ്പെടുന്നു. അപ്പം മാക്സിമം ഒരു 10, 20, 25 പേര് അടങ്ങുന്ന ഒരു കൂട്ടമായിരിക്കും ഈ തേങ്ങ പിടിക്കൽ പങ്കെടുക്കുന്നുണ്ടാവുക. അതിൽ ചില സമയം പൊട്ടാം, കൈക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ചില സമയം നഖത്തുകൊണ്ട് അങ്ങനെയുള്ളതായ പോറൽ ഏൽക്കേണ്ട സാധ്യതകളുണ്ട്, വീഴാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ എന്തെങ്കിലും കൈക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ ഉണ്ടായാൽ അതിനൊന്നും യാതൊരു തരത്തിലുള്ളതായ വേറൊരു തരത്തിലുള്ളതായ ഭാഗവാക്കും ഉണ്ടാവില്ല. അത് ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് അവനവൻ തന്നെ അത് സഹിച്ചോളൂ എന്ന് മാത്രമേ ഉള്ളൂ. ആ കാര്യം അതിൻ്റെ സ്പിരിറ്റിൽ അത്. അതെ അതെ അതെ. ഈ നമ്മുടെ ഈ തേങ്ങപിടി എന്ന് പറഞ്ഞ ഈ മഹോത്സവം കാണാൻ വേണ്ടി ദൂര സ്ഥലത്ത് നിന്നും ഒരുപാട് ആൾക്കാർ ആ സമയത്ത് എങ്ങും കാണാത്ത രീതിയിലുള്ളതായ ഒരു തിരക്കും ജനക്കൂട്ടമായിരിക്കും ഈ തേങ്ങപിടി സമയത്ത് മാത്രം ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഈ നാട്ടിന്റെ ഒരു മഹോത്സവമാണ്. എല്ലാ ബന്ധുമിത്രാദികളും ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തും ഈ പടുവിലായിയുടെ ഈ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന എല്ലാ ആൾക്കാരും, കുടുംബങ്ങൾ, കല്യാണം കഴിഞ്ഞു പോയ ആൾക്കാരും ബന്ധുക്കളും എല്ലാ ആൾക്കാരും ഈ തേങ്ങപിടിയോടനുബന്ധിച്ച് എല്ലാവരും വീടുകളിൽ എത്തുകയും ഈ തേങ്ങപിടി കാണാൻ, ഈ ദൈവത്താരെ കണ്ടു തൊഴാൻ എല്ലാവരും അന്നത്തെ ദിവസം നമ്മുടെ ഈ പടുവിലായിലെത്തും. ഈ നാടിന്റെ അധിപൻ ദൈവത്താർ, ഈ നാടിന്റെ ക്ഷേത്രം ഈ പടുവിലാക്കാവ് തന്നെയാണ്. അത് കഴിച്ചേ ഉള്ളൂ. മറ്റത് ഈ 4 ദൈവത്താറും വേട്ടനിയമ്മർ എന്നാ പറയുന്നത്. അവര് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു നമുക്ക് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ ആ ഏറിയ വെള്ളം കിട്ടിയില്ല. അപ്പോൾ ഒരാൾ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് കടലെടുത്ത് ഇറങ്ങി വരുന്നു. ആ കള്ള് വാങ്ങി ഒരാൾ ദാഹത്തിൽ കുടിക്കും. അപ്പോൾ അവരെ മറ്റുള്ള 3 ആള് ബ്രിട്ടനാക്കി തള്ളി എന്നാണ് പറയുന്നത്. അത് മാവിലായി അടിക്കുമെന്ന് പറയുന്നത് അതൊരു നമ്മൾ കേട്ടുകളിലാണ്. അതിപ്പോ എന്തായാലും സത്യം നമുക്ക് ഇപ്പം പറയാൻ പറ്റൂല. ഇങ്ങനൊരു പൊറോട്ടയ്ക്ക് പറഞ്ഞു കേട്ടത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. അച്ഛനും ഞാനും തേങ്ങപിടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ മകൻ പങ്കെടുക്കാറുണ്ട്. ശ്യാമരാജ് എന്ന പേര്. അവരും തേങ്ങപിടിക്ക് പങ്കെടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ അച്ഛനൊക്കെ ഒരുപാട് കാലം അച്ഛനൊക്കെ അന്ന് നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. അച്ഛൻ്റെ കയ്യിലൊക്കെ തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ വേറൊരാൾക്ക് കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ്.
നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. അച്ഛനൊക്കെ അന്ന് തേങ്ങ പിടിക്കുന്ന പ്രധാനപ്പെട്ട ആളാണ് ശ്രീ മാധവന്മാരാർ. അന്ന് കൊളശ്ശേരി കുഞ്ഞപ്പ നമ്പ്യാരെന്നൊക്കെ പറഞ്ഞ ആളുണ്ട്. അദ്ദേഹമൊക്കെ വളരെ നല്ല രീതിയിൽ തേങ്ങ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും എത്രയോ ആൾക്കാർ ഈ കയ്യിൽ ഇങ്ങനെ നേർന്നു കഴിഞ്ഞാലും അയാളെ കൈയും കൊണ്ട് താടില്ല എന്നാണ് പറയപ്പെടുന്നത്. അത്രയും ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നു അന്നത്തെ. അച്ഛനൊക്കെ വളരെ നന്നായി നല്ല രീതിയിൽ അന്നേ തേങ്ങ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം ഒരു 3-4 വർഷം മുന്നേ വരെ, ഇപ്പം 96 വയസ്സിനടുത്തായി, ഒരു 85-86 വയസ്സൊക്കെ തേങ്ങ പിടിക്കേണ്ട അന്നത്തെ ആവശ്യത്തിന് ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളാണ് പിടിച്ചു മാറ്റി ദൂരേക്ക് കൊണ്ടുപോകുക. എന്തെങ്കിലും തട്ടി മുട്ടി വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ആ പ്രായത്തിനൊന്നും അച്ഛൻ വകവെക്കാതെ അന്നും അച്ഛൻ ആ സമയത്ത് പോകുമായിരുന്നു തേങ്ങ പിടിക്കാൻ. ചില തേങ്ങ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണം കൂടുതലുണ്ട് ദേഹത്തിന്. ഒരു 10-25 ആൾ കൂടിയിട്ട് ഒരു തേങ്ങ എനിക്ക് ഓൻ്റെ പിടിക്കണം. അപ്പോൾ തേങ്ങ ഉള്ളാമെന്ന് പിടിച്ചേറ്റ് കൊണ്ടുപോയിട്ട് എനിക്ക് എറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അതിന് തുക്കും തിരക്കും ഉന്തളും തളകളും ഉണ്ടാവും, വീണൊന്നും വരും. അതിപ്പോൾ ഓരോരുത്തർ വാങ്ങിയിട്ട് പിന്നെ കൊണ്ട് വരണമെന്നല്ലേ ആഗ്രഹം ഉണ്ടാവുക. ഒരു 10-25 അല്ലെ 10-20 അല്ലെ 10-15 ആൾ പിടിക്കുമ്പോൾ പിന്നെ ഒരു തേങ്ങയുള്ളൂ ഒരാൾ, അയാളെ എനിക്ക് പിടിച്ചു തരണം, അയാളെ എനിക്ക് പിടിച്ചു തരണം എന്നുള്ള വാശി. അപ്പോൾ അത് കിഴക്കുവാത്ത കന്മലിനെ കൊണ്ട് എറിയാൻ പറ്റൂ. സാധാരണ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ തമ്പുരാന്റെ ആ കാഴ്ചപ്പാട് അത് എണ്ണയിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഈ നാളികേരത്തിന്റെ ആ പുറത്തെ ആ ചിരട്ട ആ വൃത്തിയാക്കി ആശാരി ഉളി കൊണ്ട് ചെത്തി മിനുസപ്പെടുത്തി നല്ല രീതിയിൽ മിനുസപ്പെടുത്തി ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ എണ്ണയിൽ ഇട്ടിട്ടാണ് ഈ സംഭവം തേങ്ങ പിടിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ആ നാളികേരം ശരിക്ക് അമർത്ത് പിടിക്കാൻ പറ്റില്ല, വഴുതി കടിക്കും. അപ്പോൾ നമ്മുടെ ഈ നാടിൻ്റെ നല്ല കൗതുകം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ആചാരാനുഷ്ഠാനമാണ് ശരിക്കും തേങ്ങ പിടി. ഒരാൾക്കും പെട്ടെന്ന് കയ്യിൽ ഒതുക്കി പിടിക്കാൻ പറ്റില്ല. പിടിച്ചാൽ തന്നെ നമ്മുടെ കയ്യിൻ്റെ വേറൊരു ഭാഗത്തിൽ കൂടി ആ തേങ്ങ പോകും, അത് വേറൊരാളുടെ കയ്യിലെത്തും. ആ വേറൊരാളുടെ കയ്യിലും അതേപോലെ അമർത്ത് പിടിച്ചാൽ അയാൾ ഓടിച്ചാടി പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും മറ്റുള്ള ആൾക്കാർ അതിൽ സമ്മതിക്കില്ല, അയാളെ പിടിച്ചു വെക്കും. അപ്പോൾ ചില കൂട്ടർക്ക് അത് എന്താ നടക്കുന്നത്, എന്താ കുഴപ്പം, എന്താ പേടി എന്നൊക്കെ തോന്നും. പക്ഷെ അതാണ് ഇവിടുത്തെ ആചാരം. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പടുവിലായിൽ മാത്രം ഉണ്ടാകുന്ന ഈ നാളികേരത്തിൻ്റെ ഈ തേങ്ങപിടി നമ്മുടെ നാട്ടിനെ ഒരു മഹോത്സവത്തിലേക്ക് മാറ്റുന്ന ഒരു ക്ഷേത്ര ആചാരമാണ്. എല്ലാ ചെറുപ്പക്കാരും കൂടി, നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും, അതിന് ഒരു വിഭാഗീയോ കാര്യങ്ങളൊന്നുമില്ല, അതിന് നിറവ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കൃത്യമായി ആ തേങ്ങപിടിയിൽ പങ്കെടുക്കുകയും അത് ഏകോദര സഹോദരങ്ങളെ പോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഈ തേങ്ങപിടി മഹോത്സവം വളരെ ഭംഗിയാക്കാൻ വേണ്ടി, നമ്മുടെ നാട്ടിൻ്റെ ഉത്സവം എന്നുള്ള നിലക്ക് എല്ലാവരും ഭംഗിയാക്കാൻ വേണ്ടി എല്ലാ ചെറുപ്പക്കാരും ആ തേങ്ങപിടിയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു മാനസികമായ ഒരു സംതൃപ്തി, ഞാൻ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ച് ഞാൻ ആ തേങ്ങ ഉടച്ചു എന്നുള്ളതായ ആ ഒരു പടുവിലക്കാവിൽ നടക്കുന്നത് തന്നെ വൃശ്ചികം 1 മുതൽ 7 വരെയുള്ള പാട്ടുത്സവമാണ്. പാട്ടുത്സവം തന്നെയാണ്. അത് പാട്ടുത്സവത്തിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് തെയ്യമ്പാടി നമ്പ്യാരാണ്. പുന്നാട്ടിൽ നിന്ന് വരുന്ന തെയ്യമ്പാടി നമ്പ്യാർ, അവർക്ക് അതിൻ്റെ ആ പാട്ടിൻ്റെ ആ ഒരു കർമ്മം കാണുന്നത്. വൃശ്ചികം 7-ാം തീയതി തമ്പുരാൻ്റെ പാട്ടാ ഗ്രാമത്തിൽ ഓരോ ദിവസവും ഓരോരുത്തരെ പാട്ടാണ് മുമ്പ് കാലത്ത്. തേങ്ങപിടി വൈകുന്നേരം 5-6 മണിക്കാണ്. അതൊക്കെ കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് തായമ്പാവ് കഴിഞ്ഞ് അത്താഴ പൂജ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ ഈ കളത്തിലരിയും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ വിളക്കിനെ തെളിപ്പ് വാള് പുറത്തേക്ക് എഴുന്നള്ളിച്ച് കഴിഞ്ഞ് എഴുന്നള്ളിച്ചാൽ ഉത്സവം സമാപിച്ചു, പാട്ടുത്സവം സമാപിച്ചു. ഈ പാട്ടുത്സവം നടക്കുന്നത് ദൈവത്തർക്കമാണ്. നമ്മുടെ ഈ 10000 തേങ്ങയേറും കളയെഴുത്തും പാട്ടും നടക്കുന്നത് വേട്ടക്കലോകലാണ്. അതും ഇവിടെ 10000 കളയെഴുത്തും പാട്ടും കൂടെ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുണ്ട് 10000 തേങ്ങയേറ് എല്ലാ വർഷവും ഇല്ല. നമ്മുടെ മകനുമാണിത്, ശ്യാംരാജ് എന്ന പേര്, അവരും ഈ തേങ്ങപിടിയിൽ പങ്കെടുക്കാറുണ്ട്. അവരുടെ മാതിരി പ്രായമുള്ള ചെറുപ്പക്കാരായിരിക്കുന്ന ഒരുപാട് നമ്മുടെ ചെറിയ ചെറുപ്പക്കാരായ കുട്ടികൾ ഇന്ന് തേങ്ങപിടിയിൽ പങ്കെടുക്കാറുമുണ്ട്. അവർക്കേക്കും വലിയ ഒരു ആവേശത്തോടു കൂടിയ എന്നും പടുവിലക്കാവ് പാട്ടുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ തേങ്ങപിടിയിൽ പങ്കെടുക്കാൻ അവർ എത്ര ദൂരെ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും ശരി, ആ തേങ്ങപിടി ദിവസം എല്ലാ ആൾക്കാരും പടുവിലേക്ക് എത്താൻ നിർബന്ധമായും എത്തുകയും ഈ തേങ്ങപിടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരാണ് നമ്മുടെ പടുവിലയിലുള്ള നല്ല ചെറുപ്പക്കാർ.
നമ്മുടെ ഈ പടുവിലായിലുള്ള ആൾക്കാർക്ക് എന്തിനും ഏത് കാര്യത്തിനും ഒരു വാശി കുറച്ച് കൂടുതലുള്ള ആൾക്കാരായിരിക്കും. അതെന്തോ ദൈവത്താരുടെ ഒരു അനുഗ്രഹമാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് മറ്റുള്ള ആളെക്കാണെങ്കിൽ കുറച്ചുകൂടി ഉയരണം, ഇല്ലെങ്കിൽ അവരെക്കാണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ സമൂഹത്തിൽ നിന്ന് അറിയപ്പെടണം എന്നുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാർ തന്നെയാണ് പടുവിലായിലുള്ള മിക്ക ആൾക്കാരും. അതിൻ്റെ നമ്മുടെ ഈ തേങ്ങപിടിയും അതിൻ്റെ ഒരു സങ്കല്പം തന്നെയാണ്. ഏത് കാര്യത്തിലും ഇവിടെ രണ്ടഭിപ്രായം ഉണ്ടാവും. എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പം എന്ത് കാര്യത്തിനും രണ്ടഭിപ്രായത്തോടുകൂടി വാശിയോടുകൂടി സംഭവം ചെയ്ത് തീർക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പടുവിലായി. അതിൻ്റെ മൂല കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തേങ്ങപിടി തന്നെയാണ്. ഇവിടെ മുന്നെയൊക്കെ നമ്മൾ അമ്പലത്തിൽ ചെറുപ്പത്തിൽ നമ്മുടെ 5 വയസ്സും 6 വയസ്സും 3 വയസ്സിലൊക്കെ നമ്മുടെ അമ്പലത്തിൽ കൊട്ടാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ മേൽശാന്തി ഉണ്ട്, ശങ്കരൻ നമ്പൂതിരി എന്ന പേര്, ഇപ്പോഴുള്ള നമ്പൂതിരിമാരുടെ മുത്തശ്ശൻ. ആ സമയത്ത് നമ്മളെ അടിയന്തര വിഭാഗത്തിൽപ്പെടുന്ന 3-4 ചെറുപ്പക്കാരുണ്ട്, അതേ എൻ്റെ പ്രായമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഈ പായസം ഒന്ന് കിട്ടാൻ വേണ്ടി വലിയ താല്പര്യമാണ്. അന്ന് നെയ്പായസം കിട്ടിയാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ നെയ്പായസം കഴിക്കാൻ വേണ്ടി നമ്മൾ പൂജ കഴിഞ്ഞാൽ ഈ തിരുമേനിൻ്റെ പുറകെ നടക്കും. പക്ഷേ ഈ തിരുമേനി നമുക്ക് പായസം തരണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയും, നീ അവൻ്റെ മൂക്ക് തൊട്ട് പറയും, അവനോട് പറയും എൻ്റെ മൂക്ക് തൊടാൻ വേണ്ടി പറയും. മൂക്ക് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും അടി കഴിഞ്ഞ് ആരാണോ അതിൽ അവർക്ക് ആ പായസം രണ്ടാക്കും വീതിച്ച് രണ്ടാക്കും കൊടുക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം കൂടി നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തേങ്ങപിടിയായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ഈ 2 വിഭാഗം എന്നുള്ള നിലക്ക് ഉള്ള ആ ഒരു കാഴ്ചപ്പാട് ഇന്നും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, അത് തന്നെ ഒരു കോമ്പറ്റീഷൻ അതുണ്ട്. അത് നമ്മുടെ അതിൻ്റെ ഈ തേങ്ങപിടി അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം ഒന്ന് അത് തന്നെയാണ്. അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു പിന്തുടർച്ച അത് ഏത് കാര്യത്തിലുമുണ്ട്, തൊഴിലിൻ്റെ കാര്യത്തിലുമുണ്ട്, മറ്റു കാര്യത്തിലുമുണ്ട്. ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിൽ പങ്കെടുത്ത ഒരാളാണ്. ഇപ്പോൾ പങ്കെടുക്കുന്ന അധികം ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഏട്ടനും അനിയന്മാരാണ് പങ്കെടുക്കാറ്. എനിക്ക് ഇതുവരെ തേങ്ങ ഉടക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതിപ്പോൾ വൃശ്ചി കഴിഞ്ഞ് നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും അവിടത്തേക്ക് പറന്നെത്തുന്നു എല്ലാവരും പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി കോമ്പറ്റീഷൻ തന്നെയാണത്. ഹിന്ദു ആചാരപ്രകാരം ക്ഷേത്രത്തിൻ്റെ ചിട്ടക്കും ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കും അത് ഭാഗമായിക്കൊണ്ട് തേങ്ങ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം തലേന്നോ അതിൻ്റെ തലേന്നോ തേങ്ങ പിടിക്കുന്ന ആൾക്കാരെ പേര് ക്ഷേത്ര ദേവസ്വത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കണക്കുണ്ട്, പേര് കൊടുക്കണമെന്നുള്ള കണക്കുണ്ട്. അങ്ങനെ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്ക് വേണമെങ്കിലും പിടിക്കാം. ഒരു കൊച്ചു നാളികേരം ഒരു നാടിനെ മുഴുവൻ ബന്ധിപ്പിച്ചു നിർത്തുന്ന മനോഹരമായ കഥയാണ് 3 തലമുറകളിലൂടെ നമ്മളിപ്പോൾ കേട്ടത്. ഇനിയും കാലങ്ങളോളം ദൈവത്താറിൻ്റെ സ്വന്തം മക്കളെ ചേർത്ത് നിർത്താൻ തേങ്ങപിടി പോലുള്ള ആചാര അനുഷ്ഠാന ആഘോഷങ്ങൾ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ജയ പാംസിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.